അപ്പൊ വടക്കമ്പൂര് പുതിയ സ്വാഗതം. അപ്പൊ രാവിലെ സംഭവം ഉണ്ടാവില്ലേ, കോയിത്തലിനെ കൊണ്ട് ഒരാൾക്ക് പണി കൊടുക്കാൻ രാവിലെ കാളെ നമ്മള് കളിക്കാൻ തുടങ്ങി. നമ്മൾ കോയിത്തല വെച്ചിട്ട് പണി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിന്റെ പേര് കോയിത്തല കൊണ്ടൊരു പണി. അതാണ് നമ്മുടെ വീഡിയോ വരുന്നത്. സംഭവം എന്ന് വെച്ചാല് കോയിത്തലിനെ കൊണ്ട് നമ്മുടെ ടീമിനെ പണി കൊടുക്കാൻ വേണ്ടി പോയി. ഒന്നൊന്നര കിടിലം പണിയായിരിക്കും. പാലും വെള്ളത്തില് അതെ, പാലും വെള്ളത്തിൽ വെച്ച് പണീന്റെ ഉദ്ദേശിച്ചല്ലേ. അപ്പൊ ഈ സംഭവം നമ്മളെ കോയിത്തല വെച്ചിട്ട് രാവിലെ ഒരാളെ പണി കൊടുക്കാൻ വേണ്ടി പോയെന്ന് പണീന്നെല്ലാം നമുക്ക് കാണിച്ചു. അപ്പൊ ഇനി ഇതിന് വേണ്ടിട്ട് എന്തെല്ലോ സാധനം നമുക്ക് ഉണ്ടാക്കാൻ രാവിലെ. അത് കുറച്ച് പണിയിലെ മെനക്കെടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മൾ അത് ആക്കുന്ന ജസ്റ്റ് കാണിച്ചു രാവിലെ ആക്കാൻ നമുക്ക് പോയിട്ട്. അപ്പൊ നമുക്ക് ബല കൊണ്ടിരുന്ന എന്തെല്ലോ പണിയുണ്ട്. അതിനെക്കാട്ടി മുമ്പിൽ കോയിത്തലിന്റെ കോർത്തിട്ട് നമുക്ക് വേഗം ഇങ്ങനെ കോയിത്തല കോർത്തിട്ട് അതിന്റെ പണി കഴിഞ്ഞില്ലേ. ഈ കുറച്ച് ഈ സ്മെല്ല് വന്നാലും ഇവന്റെ പണി നടക്കൂല്ലോ. അതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് ഇതിനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രാവിലെ സ്മെല്ലെല്ലാം വരും. അതിനെ ഇപ്പഴേ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്മെല്ല് വന്നപ്പോ ഇത് കുത്തലും കോരലും ലക്ഷം പണി മുഷ്കിലാണ്. അപ്പൊ സംഭവം രാവിലെ കോയിത്തലിനെ കൊണ്ട് അതിനത്തെ പണി. അതിന് മുമ്പിൽ ബാക്കി എന്തെങ്കിലും സംഭവങ്ങൾ ആക്കാൻ രാവിലെ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറെ നാളെ എല്ലാവരും പറഞ്ഞ് ഞണ്ടിന്റെ വീഡിയോ എടുത്തരാ. ഇന്ന് ഞണ്ടിനെ പിടിച്ചിട്ടെന്ന കാര്യം പോലെ ഇല്ല. ഇത് പഴയ നമ്മളെ റീമളന്റെ വല എടുത്തിട്ട് വന്ന പോലെ മോശമായ വലയാണ്. പക്ഷെ നമ്മളെ മോശമായ വലനെ കൊണ്ട് എന്തുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക്. അതന്നെ പിന്നെ സെറ്റാക്കുക. ഒരു റോള് കയറുടെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. റോളില്ലപ്പ നല്ല റൗണ്ടിലല്ലേ ഇല്ല. അപ്പൊ റോളെന്ന് പറയാം. അപ്പൊ എന്നാ പിന്നെ മുറിക്ക് തറിയും മുറിയും കത്തിരി മീൻ മുറിക്കുന്ന കത്തി എടുത്തിട്ടോ. അത് നല്ലത്. രാവിലെ അവസാനത്തെ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ പണിയല്ല, വലേന്റെ പണി. അപ്പൊ ഇത് നോക്കിയിട്ടതാ ഇത്രപ്പാട് സാധനങ്ങൾ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നിർത്തിയിട്ട് കാണിക്കാം, അതാ നല്ലത്. അപ്പുറം കുറച്ചാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പുറം കുറച്ചാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എന്ത് പണിയത് ഇത് നമ്മൾ പണ്ട് ഫസ്റ്റ് ഒരിക്കൽ ചെയ്തിട്ടില്ല, അങ്ങനെ വലയിട്ടിട്ട് രാവിലെ വലയിൽ കോഴിക്കാലെല്ലാം വെച്ചിട്ട് അതിന്റെ ഒരു വേഷം മാറ്റുണ്ടാവില്ലേ. നമ്മിങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും പരീക്ഷിക്കും. ചിലപ്പം വിജയിക്കും, ചിലപ്പം വിജയിക്കില്ല. വിജയിച്ചാൽ നിങ്ങൾ കാണിച്ചു തരും, വിജയിച്ചില്ലേ കാണിച്ചു തരില്ല. അത് നമ്മൾ വേണ്ടതാ. നോക്കിയിട്ട് എന്ത് രസമുണ്ട്. അടവക്ക് അവസാനം കിട്ട പണിയിലേക്ക് കിടക്കിയെന്ന് ബലക്ക് ഈയം സെറ്റാക്കല്. ഈയം കൂടെ വേണം, എന്നാലും നമുക്ക് ഈ സാധനം മുങ്ങി കിടക്കൂല. നമ്മളെ ഉദ്ദേശ സംഭവം നടക്കൂലോ. പിന്നെ മൂള് പൊന്നിച്ച് കാണാൻ പിന്നെ രണ്ടും പേരില്ല. രണ്ടുപേരെ കോഴിക്കാലാടി ഉണ്ടെങ്കിലും രണ്ടുപേരും അതാണ് വേറൊരു മൂടൗട്ട്. നോക്കാം നമുക്ക് എന്തായാലും ഇട്ടോക്കാം. വിജയിച്ചാ വിജയിക്കട്ടെ. കണ്ട ഓരോ സെറ്റാക്കിണ്ട്. ഇപ്പത്തെ വാർത്തകളിൽ ഇതാ വല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പുല്ലൂട്ടായ അപ്പൊ നമ്മളെ വല നമ്മ രാവിലെ ഇരുന്നല്ലേ ശരിക്കും പിടിച്ചു സത്യത്തില്. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടാ സിസ്റ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഈയം കൊടുത്തിന് ഇല്ലെങ്കിൽ കുടുങ്ങി മറിയൊന്നും അറിയില്ല. പക്ഷേ നമ്മളെ വലയിലെ സെറ്റാക്കി ഇത് നേരെ പോയിലേക്കാനാവില്ലേ ഇട്ടാവാനായി. നമുക്ക് രാവിലെ പിടിക്കാൻ പറ്റും. ഓക്കെ നേരെ വണ്ടിക്ക് വരുന്നു. കിടിലൻ ട്രിക്ക് ഞണ്ടിനെ പിടിക്കാൻ. നാളെ ഈ കൂട്ടിലെന്ന് ഉറയുണ്ടാവും അല്ലേ. ഈ 3 കൂട്ടി ഉറക്കുന്ന ആളാവും. നല്ല എന്താ മീനില്ലേ അതെ. എന്നാ പിന്നെ പോവാ നമുക്ക്. ഞാൻ പറയുന്നത് പോന്തോറും നമുക്ക് ഇങ്ങനെ കോഴിക്കാലം കെട്ടി പോവാം. രാവിലെ പണി ആരംഭിക്കാം. അപ്പൊ സംഭവം നമ്മളേതാ കോഴിക്കാലം കെട്ടിട്ട് റെഡിയാക്കിണ്ട്. കോഴി തലയും കാലും കൂടെ മിക്സ് ചെയ്തിട്ട് കെട്ടിട്ട് രാവിലെ. അപ്പൊ നമ്മളിപ്പോ ഒരു തലക്ക് നമ്മുടെ ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അങ്ങോളം നമ്മൾ അമ്മായിരെ വീട് വരെ ഇടണല്ലോ രാവിലെ. അമ്മായിരെ വീട് വരെ എത്തുന്ന കയറ ഇത്. ഇവിടെ എത്തുന്ന എനിക്കറിയില്ല. ചിലപ്പോ ചെറുങ്ങനെ കുറഞ്ഞു പോയെ. നമ്മളെ പരിപാടി വെച്ചില്ല രാവിലെ. ആ കോഴിത്തല സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. കോഴിത്തലയും കാലും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ ഒന്നാമത്തെ കോഴിത്തല കൂടോത്ര ഇട്ടിട്ടുണ്ട് രാവിലെ. അടിട്ടെ അതിന് കിട്ടറ് അല്ല അങ്ങനെ തന്നെ അതന്നെ. അപ്പൊ നമ്മ നേരെ ഇതാ ഈ കയറയുടെ എത്തമ്പര എത്തുന്നു. അടുത്തമ്പര നമ്മൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് രാവിലെ. ഇത് രാവിലെ കഴുന്നായി എടുത്തോണ്ട് പോകുന്നതിൽ പേടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കെട്ടി രാവിലെ. ഈ കെട്ടുന്നൊന്നും കാണിക്കണ്ടല്ലോ രാവിലെ. ഇത് ഇങ്ങനെ ഇത്രയും സംഭവം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ കോഴിത്തല ഇടുക, നിലത്താട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചേ. ഈ കയറ് എടുത്തമ്പ എത്തുന്നു അത്തമ്പര ഇടുക രാവിലെ. ലാസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറിയല്ല. ഇന്ന് പിടിക്കൂല രാവിലെ മീന. ഞണ്ടിര ഞണ്ടിര നമ്മ കോഴിത്തല്ലിൽ പണി വെച്ചെന്ന് മനസ്സിലല്ലേ. അപ്പൊ നമ്മ രാവിലെ വന്നിട്ട് ഇനി എടുക്കും. അപ്പൊ വേഗം പെട്ടെന്ന് വേഗം എടുത്തിട്ട് ഇരുട്ടാൻ വേണ്ടി പോയെന്ന് അല്ലേ. എല്ലാം തീർന്നിരിക്കുകയാണേ. എല്ലാം തീർന്നത് നമ്മളെ 5-6 കോഴിക്കല്ലേ. 5-6 നമുക്ക് എന്താ പറയാ ലേശം ബാക്കിയായി പോയി.
നമുക്കൊരു കാര്യം ചെയ്ത് നമ്മളെ കണ്ടല്ലെല്ലാം ഓരോന്ന് കെട്ടിക്കൊടുത്തു പോവാം. വെറുതെ ഇരിക്കട്ടെ ഇറങ്ങിനി. ഇനി നാളെ ഇല്ലേ, നാളെ രാവിലെ വന്നിട്ട് വിളിക്കണ്ടാവൂലേ ഈ മലവെള്ളം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആർക്കും ഞണ്ടില്ല. വീട്ടിൽ അച്ഛൻ മുസറിനെ പറഞ്ഞ് തണുത്ത വെള്ളമായിട്ട് ഞണ്ട് പിടിക്കുന്നില്ല, കടിക്കുന്നില്ല. എന്നാൽ കലക്കും വെള്ളമല്ലേ, ഇത് എത്രത്തോളം വിജയിക്കും നമുക്കൊന്നും അറിയുന്നില്ല. ഭയങ്കര തണുപ്പാണ്. അപ്പൊ കിട്ടിയാ കിട്ടി, പോയാ പോയി, അങ്ങനെ അവസ്ഥ. എന്നാലും നമ്മളെ ഈ കെണിയില് ശരിക്കും ഞണ്ട് വീഴേണ്ടതാണ് അല്ലേ. അപ്പൊ നമുക്ക് നാളെ കാണാം, രാവിലെ ബലിക്കുമ്പോൾ കാണാം. ഒക്കെ ടിക്കെ രാവിലെ വരുമ്പത്തേക്ക് പോന്ന്. അപ്പൊ രാവിലെ നമ്മൾ ഇന്നലെ കെട്ടിയ സാധനം അയക്കാൻ പോണ്ടേ? അയക്കാൻ പോണേ തന്നെ. പക്ഷെ എന്നാ അവസ്ഥ എന്നറിയില്ല. കാരണം നല്ലോണം വെള്ളം പറ്റിട്ടുണ്ടാവില്ലേ, നല്ല ആച്ചാന്ന്. ആച്ച നോക്കി നല്ല വെയിലും ആച്ചു, മഴയെല്ലാം പോയി, വെള്ളപ്പൊക്കെല്ലാം പോയി. അതെ. അപ്പൊ എന്നാ അവസ്ഥ എന്നറിയില്ല. ഇന്നലെ നല്ല തണുത്ത വെള്ളം ഞണ്ട് കടിക്കുന്നില്ല ആച്ച ഇന്നലെ പറയുന്നുണ്ടേ. അതന്നെ. അപ്പൊ നമ്മൾ വിടുന്നിട്ട് ഒരാളും കൂടി ഉണ്ടാവില്ലേ? നമ്മൾ ശിജുവാട്ടെ നോക്കടാ. ശിജുവാട്ടം വന്നിട്ടില്ല, ഒരു മാസം കഴിഞ്ഞു. നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടില്ല. മഴ ഇതെല്ലാം കൊണ്ട് ഒരു കണ്ടന്റും ഇല്ലല്ലോ അല്ലേ. പിന്നെ നമ്മളെ പറ്റ കാലം എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ടാണല്ലേ. ബലിക്കിട്ടാവില്ലേ അതിന് ചീച്ചാട്ടാണ് നിക്കപ്പുറത്തില്ല വീട് നമ്മളെ മീൻ പിടിക്കായിട്ട്. രാവിലെ നല്ലോണം വെള്ളം ഇറങ്ങിപ്പോ ഒന്നും അറിയില്ല. അപ്പൊ ഓക്കെ ടിക്കെ ഓക്കെ. രാവിലെ വെള്ളം നല്ലോണം പറ്റിട്ടാണെന്നുണ്ടല്ലോ, ഭയങ്കര പറ്റാം. നമ്മളെ കാലും ഇതെല്ലാം പുറത്തിട്ടുണ്ടാവുക. കുറുക്കുന്നുണ്ടോ മിക്കവാറും. കുറുക്കുന്ന സാധ്യത ഞാൻ കാണുന്നുണ്ട്. രാവിലെ നമ്മൾ ആദ്യം വരാൻസ് തുടങ്ങി. നോക്കണേ, കയ്യൊന്നും പിടിച്ച് അടിച്ചേക്കല്ലേ. ഞാൻ അങ്ങനെ കൈയിടല്ല, കടിക്കും. ഇല്ല എനിക്കില്ല, അതിലും ഇല്ല, ഒന്നുമില്ല. കാലെല്ലാം കഴിച്ചോണ്ട് പിന്നെ കൊറേ എണ്ണത്തില്. ഏത് എടുക്ക് കൊള്ളിയായിരിക്കും. നിങ്ങൾ വല പിടിക്കലട്ടാ, വലയിൽ ഞണ്ട് നിങ്ങളെ കൈ കടിച്ചു വെക്കും. എന്തേ വിളിച്ചു വെക്കും. ഒന്ന് കിട്ടിയല്ല, ഒന്ന് കിട്ടിയല്ല. ഇല്ല, നിങ്ങളെ കാലിലേക്ക് ആക്കണ്ടത്. ഒന്ന് സംഭവം വിജയിച്ച്. അതിൽ ഓർക്ക് മിക്കവാറും ഒരു കടി പോയ ചാൻസ്. മറ്റേ ഓക്കെ, ഒരു ഞണ്ടിന് കിട്ടും. ആ വല വെക്ക്. ആ തന്നെ. ഓക്കെ, ആ ഇല്ല എടുക്കാം നമുക്ക്. ഏത് ഏത് മലയാളത്തിന്റെ തണുപ്പുണ്ടല്ലേ. എന്താ ചെയ്യണ്ട. ഇല്ല, അതില് കാല് മാത്രമേ ഉള്ളൂ. ഞണ്ട് കുടുങ്ങിട്ടേ കൂർക്കം കടിച്ചോണ്ട് പോയി. ആ സംഭവം നമ്മളെല്ലാം ഗതി കെട്ടിട്ട് കൂർക്കം കടിച്ചിട്ട് പോയതോ. പിന്നല്ലാണ്ട് പിന്നെ കഴിഞ്ഞൊന്നുമില്ല. അയ്യോ, അവസാനത്തെ എത്തിയട്ടാ. അവസാനത്തെ പറയാമെങ്കിൽ അപ്പുറം മരത്തിലും കെട്ടിട്ടുണ്ടല്ലോ. ഈ മലവെള്ളത്തിന് തണുപ്പ് ഇറങ്ങാത്തോണ്ടാ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ലത് സംഭവം സത്യല്ലേ. പിന്നെ ഇനി കുറച്ച് നമ്മൾ അങ്ങോട്ടുള്ള കണ്ടൽക്കാടിന്റെ ഇടക്കെല്ലാം വെറുതെ ഇതിനൊക്കെ കെട്ടിയിട്ട സാധനം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. സംഭവിച്ചാൽ രാവിലെ ഇത് എടുത്തന്നെ കിട്ടെ. നമ്മൾ ഉച്ചക്കേശമായി ഒന്നും കൂടെ എടുക്കും. ഒരു ഏറ്റവും കൂടി ഉണ്ടല്ലോ. ചിലപ്പോ ഇന്ന് ഇറങ്ങിയെങ്കിൽ 2-3 ദിവസം മലവെള്ളോ വെള്ളമൊന്നും ഇല്ല. ചിലപ്പോ ഇന്ന് ചിലപ്പോ വന്ന് കടിക്കടിക്കണ്ടാവില്ല. എന്തായാലും വീഡിയോ വിജയിച്ചില്ലേ, ഒന്നും കിട്ടിയല്ല. അതിന് കുറച്ച് കണ്ടൽക്കാടുകൾ തപ്പിട്ട് പിന്നെ കുറെ ഒരുപാട് നെല്ല് കുട്ടും കൊണ്ട് പോയിട്ട് അമ്മമ്മ ഉടായ്പാക്കിട്ട് മൊത്തം കണിച്ചു നോക്കണം പൈന അല്ലേ. എന്താ പിന്നെ ഓക്കെ, ടാറ്റ ബൈ ബൈ. അത് നമ്മൾ ഈ കണ്ടന്റ് ഉള്ളിൽ നമ്മൾ എന്തെല്ലോ ഇന്നലെ കുറെ റിങ് ഇട്ടിനെ, റിങ്ങല്ല വല ഇട്ടിനെ. അപ്പോൾ ഇതിനുള്ളിൽ വെള്ളം പറ്റി ചളിയിൽ നടക്കണം. അവരപ്പുറത്തേ തോണി വെച്ചിട്ട് പറ്റ് അപ്പുറം മേക്കല പുഴയുണ്ടല്ലോ. ഞാനിത് നടന്ന് നോക്കിയിട്ട് വല്ല ഞണ്ടാറ്റ കിട്ടിയെങ്കിലോ നോക്കട്ടെ. കൊള്ളിയും കോലാന്ന് ഇതിൻ്റെ ഉള്ളിൽ നിഗൂഢവനാന്ന്. ഇതുകൊണ്ടല്ല അവിടെ ഒരു വലയുണ്ട്. ഇതെല്ലാം കരക്കയില്ല കേട്ടോ. എന്നാ അവസ്ഥ ചിലപ്പോൾ ഞണ്ടുണ്ടെങ്കിലോ. കിട്ടിയാൽ കിട്ടിയില്ലേ, ഒന്ന് പോയൊക്കെ. കല്ലും മുള്ളും താണ്ടിയിട്ട് വേണം പോകണമെങ്കിൽ. കുറ്റിയും കോലും ഉണ്ട് ഞണ്ടേ.
ഞണ്ടേ വരൂ. അതിലൊന്നുമില്ല, വെറുതെ ചളിക്കിന്. ഒന്നിൽ കാലില്ല ഇട്ടതാ, കണ്ടതാ? കാലെല്ലാം കഴിച്ചിട്ട് വേന്ദ്രന്മാർ കൊണ്ടുപോയി. കാലില്ല, ഞണ്ടുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അവസാനത്തെ അല്ല, എന്താ എല്ലാം ചുരുട്ടിക്കൂട്ടി തലയിലെടുത്തിട്ട് പോയിട്ട് നായ്ക്കൾ. എന്നോട് ദൈവം ക്ഷമിക്കൂടെ എന്നോടൊന്നും. ഇനി പുഴയിലേക്ക് ചെയ്യാം. അയ്യോ, ഞാൻ പെട്ട് നീ കൂടെ വനത്തിൽ ഞാൻ പെട്ട്. രാവിലെ ടീം കൊടുത്തോപ്പ വേമ്പാട് ഞാൻ പെട്ടിട വേമ്പാ. ആ കൊതുകും കടിക്ക് നോക്കിയാട്ടെ. നായ്ക്കൾ കൊടുത്തു. ഞാൻ ചളിയിൽ പെട്ട്, ഞാൻ കിടന്ന് അനങ്ങാൻ കഴിയില്ല. അയ്യോ ഗായ്സ്, ഞാൻ പെട്ടുപോയി ഗായ്സ്. ബാടാ മുമ്പ് വേഗം ഇങ്ങോട്ട് കയറ്റി. താണു അങ്ങെത്തി, ഇവിടുന്ന് അനങ്ങാൻ കഴിയുന്നില്ല. കുറച്ച് കയറില്ല, താണ് ഞാൻ എങ്ങനെ അടി വെക്കാന്നില്ല. അതിൽ ഉണ്ടായില്ലേ ഒരു സാധനത്തിൽ കാലും ഞണ്ടും ഒന്നുമില്ലടാ. തലി എല്ലാം കൊണ്ടുപോയി നായ്ക്കള്. കുറുക്കനായിരിക്കും, എല്ലാം ഞണ്ടോ? ഇതൊന്നെങ്കിൽ സ്രാവിന് തൂക്കിട്ടിയാ എത്രയാ താകുന്നില്ലെങ്കിൽ തന്നെ. ചുക്കാണ്ടാടാ, ചുക്കാനിട്. വള്ളിയായാലും ഇത് ചളിയല്ലായിരുന്നു. കണ്ടാ ഞണ്ട് പിടിക്കേണ്ട അവസ്ഥ ഇത്. മുട്ടോളം താകല്, ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട അവസ്ഥ ഇത്. ശരിയോട്ടെന്നാ വെച്ചാ കയ്യില. എവിടെ ഇരിക്കുന്നു? ഞാൻ കൊമ്പത്തിരിക്കാം. എന്റെ ചെങ്ങായി മതിയാക്കി ഞണ്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ? പോയിരിക്കായിരുന്നു. ഞണ്ട് കൊടുത്ത് നമുക്ക് നടക്കൂലെന്നല്ല, കിട്ടുമ്പോ ഒരു ആവേശമായിരിക്കും. കിട്ടുമ്പോ ഒരു ആവേശം ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടാത്തോണ്ടൊരു ആവേശമില്ല. ലോട്ട കുറെ ചളിയിലാണ്. കിട്ടിയാ അടുക്കണ്ട ഇത് കറക്റ്റ്. എന്താ കഥ? നല്ല പെണ്ണ്, നല്ല പെണ്ണി ഉണ്ട് വന്നിട്ട് രാവിലെ ഓർത്തു സാധനം കിട്ടിയല്ലോ. നല്ല പെണ്ണിയുണ്ട്, കടിച്ചക്കല്ല ചേട്ടാ. കുടുങ്ങി കടിക്കോ? സംഭവം രാവിലെ സംഭവം വിജയിച്ചു തന്നെയാണ്. ഞണ്ടില്ലാത്തോണ്ട് ഈ മലവെള്ളത്തിൽ ഞണ്ട് ഇറങ്ങൂല, തണുപ്പ് വെള്ളത്തിന് ഇറങ്ങൂല, വെള്ളത്തിന് ഇറങ്ങൂല. ഉച്ചക്ക് ഒരേ ഏറ്റവും കൂടി ഉണ്ട്, നമ്മ അതും കൂടെ ഒന്ന് വന്നിട്ട് നോക്കാം. ഓക്കെ, ആകെ രണ്ടെണ്ണത്തിന് കിട്ടി. രാവിലെ ഇന്നത്തെ ഞണ്ട് കൊടുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് കിട്ടിയാലും ഒന്ന് തൂക്കിയിട്ട് രാവിലെ റൂഫിലങ്ങ് കയറ്റി വെക്കേണ്ടതോ? തൂക്കി വെക്കലോ കേട്ടോ. നോക്കിട്ടെ എത്രയാണ്? 150 ഗ്രാം ഉണ്ടല്ലേ? റെഡിനൊക്കെ ഇപ്പം തന്നെ കയറ്റി അയച്ചു മാർക്കറ്റിൽ. നല്ല പെണ്ണി ഉണ്ടാവില്ലേ? 10 കാര്യമില്ല രാവിലെ. നല്ല മലവെള്ളം 3 ദിവസമായിട്ട്. തണുപ്പിന് വെള്ളം കീയൂല. പക്ഷെ നമുക്ക് ഉച്ചക്ക് നല്ല റേറ്റ് ഉണ്ട്. വീട് തൽക്കാലം ശരിയാട്ടാ. കുഞ്ഞു കൊടുത്തേ ചുട്ടിനുള്ള ചമ്മ ഒന്നുമില്ല. രാവിലെ നോക്കിട്ടെ കാറ്റുമ്മയൊക്കെ റൂഫിന്റെ ബോർഡ് വരെ കീറിപ്പോയി. ഓട്ടോ എടുത്താ മീൻ കിട്ടിയെന്ന് കാണുന്നില്ല ഇപ്പൊ. പൊറോട്ട അടിച്ചെനിക്കുണ്ട്. റൂഫിന്റെ മീൻ മീയാ ഇന്നില്ല, ഇന്ന് കാറ്റ് കൊണ്ടുപോയി. പോവാ. ഉച്ചക്ക് ശേഷമുള്ള ഞണ്ടുപിടുത്തമാണ് കാണുന്നത്. ഒന്നുമില്ല. ആ ഗുഡ് പോയി. ഇപ്പൊ കണ്ടൽക്കാടിലൂടെ നമ്മള് പോയിയാണ്. ആ കുത്തിപ്പുറത്ത് ഉച്ചക്ക് ശേഷമുള്ള ഞണ്ടുപിടുത്താണ് നിങ്ങൾ കാണുന്നത്. ആ വെള്ളം കയറി മുങ്ങിയിട്ടുണ്ടാകും. പക്ഷെ വീണ്ടും മലവെള്ളം നമ്മളെ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഗുപ്പയത്തു നിന്ന് വന്ന ഷിജുവാട്ടൻ തൊയാൻ പഠിച്ചിരിക്കുകയാണ്. ആഞ്ഞു തോയി അല്ല എന്താ പറയണ്ട? അതന്നെ രണ്ടടിക്കണം എന്നാ പറഞ്ഞേ. സാധനം കിട്ടല്ലേ? നോക്കാം. ആ പോട്ട് പോട്ടോനെ തൊയ് ആഞ്ഞു തൊയ് കുട്ടേനാടൻ പുഞ്ചയിലെ തൊയ് ബലിക്ക് ബലിക്ക് ബലിക്ക്. ആയ് ഒന്നുമില്ല, 3 വലയായി ഒന്നുമില്ലാണ്ട് വരുന്നു. പണി പാളിയുടെ വാല. ആ ഉണ്ട്, കുറെ കല്ലും കോട്ടും ഉണ്ട്. രാവിലെ എടുക്കുന്നത് കിട്ടിയില്ല സത്യം. നമ്മ ഒന്നുമില്ലാതെ വെച്ച് ചേട്ടാ ഓടുത്തു ബല കുടുങ്ങിയില്ല. അത് അടുക്കേ അത് കാല് മാത്രം നല്ലൊരു വലിയ ഞണ്ട് കിട്ടിയിട്ടുണ്ട് രാവിലെ. ഉറപ്പനാ ചേട്ടാ വിരിക്ക് ചേട്ടാ വിരിക്ക്. ഞണ്ട് ഇത് കുടുങ്ങുന്നില്ല രാവിലെ. അതാ ഒരു നല്ല നല്ല കാലത്തിട്ട് അടിക്കാൻ നിൽക്കുന്ന അവനല്ല അവന്റെ അമ്മായിരം. സാറില്ല എന്നാലും ഒന്നും കിട്ടിയില്ല. ഞണ്ട് കൂടെ നല്ല വെയിറ്റ് ഉണ്ട്. മതി രാവിലെ ഇവരോട് വിചാരിച്ചു മതി മതി മതി. 4 ഞണ്ട് കിട്ടീനാ മതി. ഓക്കെ ഷിജുവാട്ടെ കുബൈത്തിൽ നിന്ന് വന്നതാ 4 ഞണ്ട് പിടിച്ചിരിക്കുകയാണ്. നല്ല നമ്മുടെ കളി മതി മതി. സാധനം കിട്ടി വലിയടല്ലേ. എന്നാലും ഉച്ചക്കത്തെ ഞണ്ട് പിടുത്തത്തില് 2 കിട്ടിയിട്ടു. കാരണം വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മ പറഞ്ഞ് വീണ്ടും ഉച്ചക്കൊന്ന് മഴയെല്ലാം ആദ്യം വന്ന് കലക്കവെള്ളം വീണ്ടും വന്ന് കടിക്കൂല. ആയിക്കോട്ടെ എന്നാലും ശരി, നമുക്ക് 4 കിട്ടിയില്ലല്ലോ അല്ലേ. നമ്മളെ ഈ കെണിയിൽ ഇത്ര ഞണ്ടെന്നല്ല വീണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ വെള്ളം നമ്മൾ ചതിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ ആയതാണ്. അതാണ് അവിടെ. എന്നാലും കുഴപ്പമില്ല, നമ്മള് കെണി വിജയിച്ചിരിക്കാന്ന്. ഈ കെണി ഞണ്ടിനെ പിടിക്കുന്ന സമയത്തായി ഈ ഞണ്ട് ഈ കെണി ഇട്ടുണ്ടാവൂലേ ഈ 40 കെണിയാൻ വെച്ച് ഞാൻ 40 ഞണ്ടുണ്ടാവും ഉറപ്പ്. എന്നാലും ഷിജുവാട്ടൻ അതാ കുബൈത്തിൽ നിന്ന് വന്നിട്ട് ചേട്ടാ കിട്ടില്ലേ 4 ഞണ്ടിന്ന് പിടിച്ചിട്ടുണ്ട്. മതി. ഇനി 2-3 കണ്ടൽക്കാളിൽ കുത്തിയെല്ലാം ഉണ്ട്. അതിനും കൂടെ നോക്കിയിട്ടാവൂലേ. എന്നാലും നമ്മള് വീഡിയോയുടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മളെ കെണി നല്ല സൂപ്പർ കെണിയാണ്. ഞണ്ടില്ലാത്തതും നമ്മളെ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് നമ്മളിങ്ങനെ ആയിപ്പോയതല്ലോ. ആന്ന് എന്നാ അതും കൂടെ നോക്കിട്ട് പോലെ. ഓക്കെ ടീക്കെ ഞാറ്റിനെ പിടിക്കാൻ പറയട്ടെ രാവിലെ. ഇതെല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടുന്നില്ലേ? ഇതെല്ലാം ഉണ്ടോന്നാ ഞണ്ട് കിട്ടുമ്പോ വിളിക്കണ്ടേ? പറിച്ചിട്ട് പേരടക്കം പറിച്ചിട്ട് അതിന് കൊമ്പടക്കം പിടിച്ചു. അതിന് ഇപ്പൊ കളയട്ടെ പോ. ഇന്നത്തെ ഓരോ ഞണ്ടും നമ്മുടെ ഒരു വിജയത്തിന്റെ അടിസ്ഥാനമാണ്. ഞാൻ സത്യത്തിൽ ഞാൻ ക്യാമറ എടുത്തിട്ടില്ലേ, ഞാനത് ആടെ കാലിന്റെ ഞാൻ വിചാരിച്ചിട്ട് സത്യത്തില് വെറുതെ ഞാൻ പൊന്തിച്ചതാണ് കേട്ടതാ. കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ നമ്മൾ വിശ്രമിക്കാന്ന്. രാവിലെ കടന്നുറങ്ങി. അത് വേറെ ഇവിടെ കിടക്ക കുറച്ച് സമയം എന്റെ ബാക്കി വലിക്കല്ലോ അല്ലേ. ആതാ കണ്ടൽക്കാടുകൾക്കുള്ളില് എന്ത് രസം ഇവിടെ കിടക്കാൻ. രാവിലെ എത്രയല്ലേ വേണ്ടി ലാസ്റ്റ് 2 മണിയല്ലേ? മതി, അത്രയും വേണ്ടു. അമ്പലത്തില് പാട്ട് വെച്ച് 5 മണി 2 ദിവസത്തെ പണി രാവിലെ 2 ദിവസത്തെ സംഭവം വെച്ചാൽ രാവിലെ നമ്മളെ കെണി എന്ന് പറഞ്ഞാൽ നല്ല 1.5 കെണിയായിരുന്നു. പക്ഷേങ്കില് ഈ സാഹചര്യം നമ്മളെ കാലാവസ്ഥയും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് നമ്മളെ വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷെ വിജയിച്ചിന് 5 ഞണ്ടമണി നമ്മൾ പിടിച്ചിട്ട് രാവിലെ. അപ്പൊ 5 ഞണ്ടര കിട്ടിയിട്ട് നമ്മളെ കെണി രാവിലെ പോയിത്തല കൊണ്ട് ഒരു പണി ഞണ്ടിന് ഏറ്റിന് ശരിക്കും ആയിട്ടില്ല. നമ്മളെ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നമ്മൾ നല്ല
നല്ല ആഴ്ച വരുമ്പോ നമുക്ക് നല്ല ഞണ്ടിന്റെ അച്ഛനും വരുമ്പോ കിട്ടിയാലേ ഒരുപാട് സാധനം കിട്ടും അല്ലേ? അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോ ഫ്ലോപ്പ് അല്ലെങ്കിലും അല്ല ഒരു ഫ്ലോപ്പ് കണക്കത്തെ ഒരു വീഡിയോ. അപ്പൊ അത്രയും രാവിലെ നല്ല തെറിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം രാവിലെ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ടീക്ക് പോട്ടാ. ശരി, കഴിഞ്ഞില്ലേ?